ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 രീതിയിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. 1 കപ്പ് ഹെസൽനട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും ബദാമും കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. സെയിം ജാറിൽ തന്നെ ബിസ്ക്കറ്റും കൂടി പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ന്യൂട്രലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മിക്സ് ആവാൻ ആവശ്യത്തിലുള്ള ന്യൂട്രല ചേർത്തിട്ട് നമുക്ക് നല്ല ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഹെസൽനട്ടും കൂടി അതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് ആയെങ്കിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നട്ട്സിൻ്റെ ബോൾ ഓരോന്നെടുത്തിട്ട് ഈ ചോക്ലേറ്റിലൊന്ന് കവറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. അടുത്ത ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഡേറ്റ്സും പീനട്സും ആണ്. കടലയും കുറച്ച് ബദാമും കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കുറച്ച് ഈത്തപ്പഴം ഒന്ന് അരച്ചെടുക്കാം. ഈത്തപ്പഴ പേസ്റ്റ് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള കടലിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ആയ ശേഷം അതിന് പകുതി എടുത്തിട്ട് ഞാൻ ഇതുപോലൊരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാനിവിടെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് എടുക്കാം. ചോക്ലേറ്റ് ഞാൻ എൻ്റെ മേലത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡേറ്റ്സിൻ്റെ ബാറിലേക്ക് ഞാൻ കുറച്ച് എള്ളും കൂടി സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ഡേറ്റ്സിൻ്റെ ബോളും ഇതുപോലെ ചോക്ലേറ്റിലൊന്ന് ഡിപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഡേറ്റ്സ് വെച്ചിട്ടുള്ള ചോക്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ 2 ചോക്ലേറ്റിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.